ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കാസർഗോഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രകടനം നടത്തി. കുറ്റക്കാരെ പിടികൂടണം എന്ന ആവശ്യമുയർത്തിയാണ് പ്രതിഷേധം. പ്രതിഷേധിച്ചവരെ പോലീസ് തടഞ്ഞു. വിവരങ്ങൾ നൽകുന്നു ജോസഫ് അഗസ്റ്റിൻ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. 100-ലധികം പ്രവർത്തകർ ഈ മാർച്ചിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വ്യക്തമായ അറിവുണ്ടെന്നും ഈ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇവരെ എത്രയും വേഗം പിടികൂടി ജയിലിലടക്കണം, അതിന് ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്നാണ് പറയുന്നത്. ഇത് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നാണ്. അന്താരാഷ്ട്ര മൂല്യത്തിൽ 500 കോടിയിലധികം വിലമതിക്കുന്ന സ്വർണമാണ് ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആരോപിക്കുന്നത്. ഈ ശബരിമലയെ ഇത്തരത്തിൽ കൊള്ളക്കാരുടെ സങ്കേതമാക്കി LDF ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നതെന്നും ഈ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. എന്തായാലും ഈ കളക്ടറേറ്റ് മാർച്ചിലേക്ക് എത്തിയ ഈ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗം നടക്കുകയാണ്. അതിനുശേഷവും വലിയ രീതിയിൽ ഇത്തരത്തിൽ മാർച്ച് സംഘർഷഭരിതമാകുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഒരു തരത്തിലും ഈ മാർച്ചിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല. എന്തായാലും ശക്തമായ സമരം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ അടക്കം തീരുമാനം. എന്തായാലും ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് 100-ലധികം പ്രവർത്തകരാണ് ഈ ശബരിമലയിലെ സ്വർണം കവർന്ന സംഭവത്തിൽ കുറ്റക്കാരെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധവുമായി കളക്ടറേറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. പനീഷ്.